നമസ്കാരം. പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെ കീഴിലുള്ള പടിഞ്ഞാറ്റങ്കര UP സ്കൂളിന് സ്ഥലം MLA-യും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ KN ബാലഗോപാലിന്റെ ശ്രമഫലമായി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. അതിന്റെ ശ്രമഫലമായി ദാണ്ട് ഈ കാണുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കൊട്ടാരക്കര നഗരസഭയിലെ ഉള്ള പടിഞ്ഞാറ്റങ്കര ഗവൺമെൻറ് UPSന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുന്നതിൽ അക്കാഡമിക് നിലവാരവും അതുപോലെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുന്നതിനാവശ്യ പ്രവർത്തനം ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ കാലത്ത് ആരംഭിച്ചതാണ്. അതിൻ്റെ ഭാഗമായി നമുക്കൊരു പുതിയ ബിൽഡിങ്ങിന് 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിരുന്നു. അതുകൂടാതെ മുനിസിപ്പാലിറ്റി കൂടി പണി തീർക്കുന്നതിനാവശ്യ ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടപ്പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് പടിഞ്ഞാറ്റങ്കര സ്കൂൾ ഏറ്റവും പഴക്കൻ സ്കൂളാണ്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിലാണ്, ഏറ്റവും നല്ല പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ ഈ പുതിയ ബിൽഡിങ് ഇവിടെ വരുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ മോശമായി മാറുമെന്ന തർക്കമില്ല. ഇന്നിപ്പോൾ ബഹുമാന്യ ധനകാര്യമന്ത്രി കൊട്ടാരക്കരയുടെ MLA-യും ധനകാര്യമന്ത്രിയുമായ ശ്രീ KN ബാലഗോപാൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഈ സ്കൂളിന് 1 കോടി രൂപ ഫണ്ട് അനുവദിച്ച കേരള സർക്കാരിനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടിയും പടിഞ്ഞാറ്റങ്കര UPSനുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുൻ തലമുറ എത്രയോ തലമുറ മുൻപുള്ള ആളുകൾ സ്കൂൾ തുടങ്ങിയതുകൊണ്ടാണല്ലോ 150 വർഷം മുമ്പൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? 1957 ഒന്നാമത്തെ മന്ത്രിസഭ EMS മന്ത്രിസഭ വന്നതിന് ശേഷം ഉണ്ടായ വിദ്യാഭ്യാസ ബില്ലിൽ അധ്യാപകർക്ക് ശമ്പളം നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയത്, എയ്ഡഡ് സംവിധാനം. അതിനു മുമ്പ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളമില്ല. സ്കൂളുകൾ ഇങ്ങനല്ല, ഗ്രാൻഡ് സ്കൂളുകളാണ്. കോളേജുകൾ തീരെ ഇങ്ങനല്ല. പിന്നീട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അധ്യാപകർക്ക് കോളേജ് തലത്തിൽ നേരിട്ട് ഗവൺമെന്റിന്റെ എയ്ഡഡ് സമ്പ്രദായവും ഗവൺമെന്റ് കൂടാതെ വന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകളിലെ സൗകര്യങ്ങൾ കണ്ടാൽ പഴയ ടീച്ചർമാരൊക്കെ ഇരിപ്പുണ്ട്. പഴയ സ്കൂളിന്റെ സൗകര്യമാണോ ഇപ്പോഴത്തെ സ്കൂളിന്റെ സൗകര്യം? വളരെ വലിയ സൗകര്യമുള്ള സ്കൂളുകളാണ്. ഞാൻ തൊട്ടുമുമ്പ് ഒരു ആശുപത്രിയുടെ വാർഡുകളിലെ ചെറിയ സെന്ററുകളുണ്ട്. അതൊരു സെന്ററാണ്. ഒരു ആശുപത്രിക്കുള്ള പക്കാ സൗകര്യമാണ്. വെളിയെത്തിപ്പോരണം ചെയ്തിട്ട് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ വന്നത്. നമ്മുടെ എല്ലാ സ്ഥലത്തെയും ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല, വലിയ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യത്തിൽ പ്രത്യേകിച്ച് സ്കൂളുകൾ, കോളേജുകൾ, നമ്മുടെ ആശുപത്രികളിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ആളുകൾക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ ഇനിയുണ്ട്. അത് ആഗ്രഹമല്ല, ഒരു സ്വിമ്മിംഗ് പൂൾ സ്കൂളിൽ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം അത് പറ്റും, അല്ലെങ്കിൽ അത് വേണമെന്ന ബോധമുണ്ട്. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. സ്കൂളുകളെ പറ്റി ഇങ്ങനെ പണ്ട് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? പടിഞ്ഞാറ്റങ്കര UP സ്കൂളിന്റെ മനോഹരമായ ഡൈനിങ് ഹാൾ, ഇതും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കുട്ടികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ നാടിന് ഉണ്ടാകും എന്ന പ്രത്യാശയോടെ ആസ്റ്റി മീഡിയയ്ക്ക് വേണ്ടി അജീഷ് കൃഷ്ണ.